PT5-ന്റെ ആരോഗ്യസ്ഥിതി മോശമാകാൻ കാരണം വനം വകുപ്പിന്റെ അനാസ്ഥയെന്ന ആനപ്രേമി സംഘം. വകുപ്പിലെ വിദഗ്ധ സമിതി ഉദ്യോഗസ്ഥരുടെ തീരുമാനം ആനയുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. കാഴ്ച നഷ്ടപ്പെട്ട PT5-നെ മയക്കുവെടിവെച്ച് പിടികൂടി ചികിത്സ നൽകുകയാണ് വേണ്ടിയിരുന്നത്. അടിയന്തരമായി ആനയെ പിടികൂടി വനം വകുപ്പിന്റെ ബേസ് ക്യാമ്പിലെത്തിച്ച വിദഗ്ധ ചികിത്സ നൽകണമെന്നും ആനപ്രേമി സംഘം ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം PT5-ന്റെ ആരോഗ്യനില മോശമായി തുടരുകയാണ്. മയക്കുവെടിവെച്ച് പിടികൂടുന്നതിനും ആനയുടെ ആരോഗ്യം തടസ്സമെന്നാണ് വിലയിരുത്തൽ. ഒരു കണ്ണിന് കാഴ്ച പൂർണ്ണമായില്ല. രണ്ടാമത്തെ കണ്ണിൻ്റെ കാഴ്ച 70% എന്നുള്ളത് ഏകദേശം കാഴ്ച ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആന എത്തി. ആന പല ഭാഗത്ത് നടക്കുന്നത് തന്നെ റെയിൽവേ ട്രാക്ക് മേഖലയിലേക്ക് വരികയാണ്. അപ്പോൾ വീണ്ടും ഒരു മയക്ക് പിടിച്ച് ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായ ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. സത്യത്തിൽ ഈ വിദഗ്ധ സമിതിയിലെ ചില ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ ആനയെ പിടികൂടി ചികിത്സിക്കാനുള്ള കാര്യങ്ങളെല്ലാം അട്ടിമറിച്ച് ഒരുപക്ഷെ ആന ഇനി പിടികൂടിയാൽ തന്നെ എത്രത്തോളം അതിൻ്റെ ആരോഗ്യം നിലനിൽക്കും എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്ക് വന്ന വ്യക്തമായ വീഴ്ചയാണ്. ഇപ്പോൾ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ആനപ്രേമി സംഘം വനം വകുപ്പിനെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇനി PT5-ന്റെ ആരോഗ്യനില മെച്ചപ്പെടുത്താൻ എന്തൊക്കെ നടപടികളായിരിക്കും ഉണ്ടാവുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിലവിലെ PT5-ന്റെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം DFOയുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും ഉന്നത ഉദ്യോഗസ്ഥരെ കാര്യം ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘം എത്തി നിരീക്ഷിച്ചതിന് ശേഷം മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ആനപ്രേമി സംഘം ഉൾപ്പെടെ പറയുന്നത് വനം വകുപ്പിന്റെ അനാസ്ഥയാണ് ഇപ്പോൾ ഈ ആനയുടെ നിലവിലെ സ്ഥിതിക്ക് കാരണം എന്നുള്ളതാണ്. നിലവിൽ ഈ ആനയ്ക്ക് രണ്ട് കണ്ണിനും പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെടുന്ന സ്ഥിതി എത്തിയിട്ടുണ്ട്. മാത്രമല്ല ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മുറിവും ഇപ്പോൾ ഈ ആനയ്ക്ക് ഉണ്ട്. അതിനെ തീറ്റയെടുക്കാനോ മറ്റൊന്നും കഴിയാത്ത സ്ഥിതിയുണ്ട്. നേരത്തെ തന്നെ ഈ ആനയെ പിടികൂടി അതിനെ ബേസ് ക്യാമ്പിൽ എത്തിച്ച് ചികിത്സ നൽകി കാഴ്ച വീണ്ടെടുത്തതിന് ശേഷം കാട്ടിലേക്ക് തുറന്നു വിടണമെന്നൊരാവശ്യം ഈ ആനപ്രേമി സംഘം ഉന്നയിച്ചിരുന്നു. പക്ഷേ വനം വകുപ്പ് അത്തരം നടപടികളിലേക്ക് കടന്നില്ല എന്ന് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ പഴങ്ങളിലും മറ്റും മരുന്ന് വെച്ച് ആനയെ ചികിത്സിക്കാൻ നോക്കി. അതിനുശേഷം രണ്ടാമത് മയക്കുവെടി വെച്ച് അതിനെ കണ്ണിലെ തുള്ളിമരുന്നും മറ്റുമൊക്കെ ഒറ്റിച്ച് നൽകിയതിന് ശേഷം പിന്നീട് വീണ്ടും കാട്ടിലേക്ക് തന്നെ തുറന്നു വിടുകയായിരുന്നു. അത്തരത്തിൽ നടപടി സ്വീകരിച്ചതാണ്. അതായത് ഈ കാട്ടിൽ നിന്നും പിടികൂടി ബേസ് ക്യാമ്പിൽ എത്തിച്ച് ചികിത്സ നൽകുന്നതിന് പകരം അപ്പോൾ തന്നെ ഈ മയക്കുവെടി വെച്ച് പിടികൂടി തുള്ളിമരുന്നോ മറ്റോ ഒറ്റിച്ചതിന് ശേഷം വീണ്ടും അതിനെ കാട്ടിലേക്ക് തുറന്നു വിട്ടതാണ് നിലവിൽ അതിൻ്റെ ആരോഗ്യനില വളരെ മോശമാവാൻ കാരണമായത് എന്നുള്ളതാണ് ആനപ്രേമി സംഘം ഉന്നയിക്കുന്നത്. അതിന് കാരണം വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരാണെന്നും ഇങ്ങനെ ഈ ആനയുടെ നിലവിലെ സ്ഥിതിക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുൾപ്പെടെയാണ് ഈ ആനപ്രേമി സംഘം ആവശ്യപ്പെടുന്നത്. ശരി, വ്യക്തമാണ്. അരുണാലത്തൂരാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. വനവകുപ്പിനെതിരെയാണ് ഇപ്പോൾ ആനപ്രേമി സംഘം രംഗത്തെത്തിയിരിക്കുന്നത്.